الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون. സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നാം ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഒരു മുസ്ലിമിന് ആദ്യം നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ള ഇബാദത്ത് 5 നേരത്തെ നമസ്കാരമാണ് എന്ന് നമുക്കെല്ലാം അറിയാം. ഈ നമസ്കാരം അസ്വലാ എന്ന് ഖുർആനും ഹദീസും ദീനിലെ സാങ്കേതിക ശബ്ദങ്ങളായി അസ്വലാ എന്ന് വിളിക്കപ്പെടുന്ന നമസ്കാരം അതെന്താണ്, എന്തിനു വേണ്ടിയാണ്, എങ്ങനെയായിരിക്കണം അത്? ഈ 3 കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞ് അനുഷ്ഠിക്കുമ്പോഴാണ് അതിൻ്റെ പരിപൂർണ പ്രതിഫലത്തിലേക്ക് നാം എത്തുക, അതുകൊണ്ടുണ്ടായിത്തീരുന്ന നന്മയിലേക്ക് നാം എത്തിച്ചേരുക. കാലങ്ങളായി നമസ്കരിക്കുന്ന നമുക്ക് അധിക പേർക്കും എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എന്നറിയാം. എങ്ങനെ നമസ്കരിക്കണമെന്ന് അറിയുന്നവർക്ക് പലർക്കും എന്താണ് നമസ്കാരം, എന്തിനാണ് നമസ്കാരം എന്നതിൽ കൃത്യമായ ധാരണയില്ലാത്ത ധാരാളം പേരുണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന 2 സത്യസാക്ഷ്യം അറിഞ്ഞ് ബോധ്യപ്പെട്ട് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ ഒരാൾ മുസ്ലിമായി തീരുന്നു എന്ന് നമുക്കറിയാം. എന്താണ് ആ 2 വാക്യത്തിലൂടെ അവൻ പറഞ്ഞത്? പൊതുവെ മുസ്ലിങ്ങൾ എന്ന് പറയപ്പെടുന്നവരൊക്കെ ഇത് പറയുന്നുണ്ടെങ്കിലും അധിക പേർക്കും ഞാൻ എന്താണ് പറഞ്ഞത് എന്ന് അറിയാത്തവരാണ്. എന്നെ സൃഷ്ടിക്കുകയും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും അതിനെ പരിപാലിക്കുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. 1. രണ്ടാമത്തേത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച റസൂലാണ്
എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അപ്പോ റബ്ബിനെ ബോധ്യപ്പെട്ടു, നിയന്താവിനെ ബോധ്യപ്പെട്ടു, മാലിക്കിനെ ബോധ്യപ്പെട്ടു. ആ മാലിക്കായ റബ്ബല്ലാത്ത ഒരു ഇലാഹ് ഇല്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുമ്പോൾ അതിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടത് ഇവിടെ ഞാൻ ജീവിക്കുമ്പോ ഞാൻ ഇന്ന് അനുഭവിക്കുന്നതെല്ലാം എൻ്റെ റബ്ബിന്റെ ദാനമാണ്. നിങ്ങൾ വിചാരിക്കും നിസ്കാരത്തെ പറ്റി പറയുമ്പോൾ, നമസ്കാരത്തെ പറ്റി പറയുമ്പോൾ എന്താ ഈ വിഷയം പറഞ്ഞു? ഇതറിയാണ്ട് നിസ്കരിച്ചോണ്ടാ കുഴപ്പമുണ്ടായത്. അതുകൊണ്ടാണ് ശ്രദ്ധിച്ച് മനസ്സിലായിക്കോളൂ. അതുമല്ല, നേരത്തെ വന്നാൽ തുടക്കം മുതൽ അത് പഠിക്കണം. പഠിച്ചവർ പഠിക്കണം, പഠിക്കാത്തവരെന്തായാലും പഠിക്കണമല്ലോ. അറിയുന്നവരെന്ന് പറയുന്നവരല്ലേ നമ്മൾ. അവർ തന്നെ ശരിക്കും അറിയേണ്ടതുണ്ട്, ഞാനും നിങ്ങളും അറിയേണ്ടതുണ്ട് എന്നർത്ഥം. ഞാനിന്ന് അനുഭവിക്കുന്നതെല്ലാം എൻ്റെ രക്ഷിതാവായ ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ, അതിനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആ റബ്ബിന്റെ ദാനമാണ്. ആ റബ്ബിന്റെ ദാനമില്ലാതെ ഒരു നിമിഷം എനിക്ക് മുന്നോട്ട് നീങ്ങാനാവില്ല. അങ്ങനെയുള്ള റബ്ബ് മാത്രമാണ് ഇലാഹ് എന്ന് പറയുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ആവശ്യപ്പെടാനുള്ളത്, തേടാനുള്ളത് ആ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അപ്പൊ ഇലാഹുവായി. ഇതിനൊക്കെ തന്നത്, നിയന്ത്രിക്കുന്നത് റബ്ബ്. ഞാൻ ഇതിനു വേണ്ടി റബ്ബിനോട് ആവശ്യപ്പെടുന്നു. എൻ്റെ ജീവിതത്തിലുള്ള ഗുണപരമായ കാര്യങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നു, അത് തേടുന്നു. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും അതിൽ നിന്ന് രക്ഷ തേടുകയും ചെയ്യുന്നു. റബ്ബിനെ തിരിച്ചറിഞ്ഞാൽ, ഇലാഹിനെ തിരിച്ചറിഞ്ഞാൽ, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന കേട്ട് ഒന്നുകൂടി ആവർത്തിച്ച് ഈ വിഷയത്തിന് വേണ്ടി ഒന്നുകൂടി കേൾക്കുന്നത് നല്ലതാണ്. അല്ലാഹുമ്മ റഹ്മതക അർജു. അള്ളാഹുവിനോട് ഏറ്റവും മുഖർറബായ, അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് തേടുന്നത് അല്ലാഹുമ്മ റഹ്മതക അർജു. അല്ലാഹുവേ, നിന്റെ കാരുണ്യം ഞാൻ കൊതിക്കുന്നു, ആഗ്രഹിക്കുന്നു, തേടുന്നു. വലാ തകൽനി ഇലാ നഫ്സി തറഫത ഐൻ. ഒരു നിമിഷം നേരത്തേക്ക് പോലും റബ്ബേ എന്നിലേക്ക് ഏൽപ്പിക്കല്ല റബ്ബേ. എന്റെ കാര്യങ്ങൾ എന്നെ തന്നെ ഏൽപ്പിക്കല്ല റബ്ബേ, നീ തന്നെ ഏറ്റെടുക്കണേ. എന്റെ മുഴുവൻ കാര്യങ്ങളും, അത് ദുനിയാവിൻ്റെതായിരുന്നാലും ആഖിറത്തിൻ്റെതായിരുന്നാലും, എല്ലാ കാര്യങ്ങളും റബ്ബേ നീ തന്നെ നന്നാക്കി ശരിപ്പെടുത്തി തരണമേ. ലാ ഇലാഹ ഇല്ലാ അല്ലാഹ്. നീയല്ലാതെ ഇലാഹില്ല. കേട്ടാ, നീയല്ലാതെ ഇലാഹില്ലാത്തതിനാൽ എന്റെ എല്ലാ പ്രശ്നങ്ങളും നീ തന്നെ പരിഹരിച്ചു തരണമേ റബ്ബേ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയും ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങളോട് ഈ പ്രാർത്ഥന നടത്തണമെന്ന് പഠിപ്പിച്ചതും. അപ്പോൾ മുമ്പത്തെ ഖുതുബകളിൽ നിന്ന് മനസ്സിലാക്കി, നമ്മൾ ഇടപെട്ടാൽ പരിമിതമായിട്ടേ നമുക്ക് സാധ്യം. മനുഷ്യന്റെ പരിമിതി, മനുഷ്യന്റെ അറിവിന്റെ പരിമിതി, മനുഷ്യന്റെ കഴിവിന്റെ പരിമിതി, സൃഷ്ടികളുടെ പരിമിതി ഒക്കെ നമ്മുടെ പ്രവർത്തനങ്ങളിലുണ്ടാവും. ആ പരിമിതി ഒന്നുമില്ലാത്ത റബ്ബ് ആണ് പരിഹരിക്കുന്നതെങ്കിൽ, ഡോക്ടറല്ല ശിഫ നൽകുന്നത്, അല്ലാഹു ആണ് ഷാഫി. ചികിത്സ തേടുന്നു, ഡോക്ടർ ചികിത്സ നിശ്ചയിക്കുന്നു, മരുന്ന് നിശ്ചയിക്കുന്നു, ആ മരുന്ന് നാം കഴിക്കുന്നു. അന്തശാഫി ലാ ശിഫ ഇല്ലാ ശിഫാഉക. നീയാണ് ശിഫ നൽകുന്നവൻ, നീയല്ലാതെ ശിഫ നൽകുന്ന ആരുമില്ല എന്ന് പറഞ്ഞത്. അപ്പോ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കാര്യത്തിൽ ഇടപെടാൻ കഴിയുന്നത് അല്ലാഹുവിന് മാത്രമാണ്. നാം എന്ത് കൊതിക്കുന്നു, ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി ആവശ്യപ്പെടുമ്പോൾ
തേടുമ്പോൾ, നമ്മെ ബാധിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് കാവലിനെ ചോദിക്കുമ്പോൾ അതിന് സാധിക്കുന്ന ഒരേ ഒരു ശക്തി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് അല്ലാഹ് തന്നെ പറഞ്ഞു, റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ് ലാ ഇലാഹ ഇല്ലാ ഹുവ ഫത്തഖിദുഹു വക്കീല. മുസമ്മൽ, സൂറത്ത് മുസമ്മിലെ ചെറിയ സൂറത്ത്, നിങ്ങൾക്ക് മനപ്പാഠം. റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും നാഥനായ അല്ലാഹു. ഏറ്റവും ദൂരം കൂടിയ സ്ഥലമാണ് ഈ പറഞ്ഞിട്ട, തെറ്റിദ്ധരിക്കണ്ട. ഏറ്റവും അകലുള്ള രണ്ട് സ്ഥാനമാണ് ഈ പറഞ്ഞത്, മശ്രിക്കും മഗ്രിബും. ഉദയസ്ഥാനം മാത്രമല്ല, അസ്തമനസ്ഥാനം മാത്രമല്ല, കിഴക്ക്. പിന്നെ അതിന്റെ കിഴക്കുണ്ടാവില്ല. നമ്മൾ പഠിച്ചത്, നമ്മ പടിഞ്ഞാറോട്ട് ഭൂമിയിലൂടെ സഞ്ചരിച്ചാൽ, നമ്മ ഇതിലെ അങ്ങോട്ട് പടിഞ്ഞോട്ട് പോയാൽ കുറേ നാള് കഴിയുമ്പോ കിഴക്കുന്ന് നമ്മ വരും, ഇവിടെ തന്നെ വരും. പടിഞ്ഞാട്ട് പോയാൽ നമ്മൾ കിഴക്കുന്ന് വരുന്നു. ഇതല്ല, ഇനി അപ്പുറത്തൊന്നുമില്ല ഇപ്പുറത്തൊന്നുമില്ല. കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും നാഥനായ റബ്ബ് ലാ ഇലാഹ ഇല്ലാ ഹുവ. കടാ, അവനല്ലാതെ ഇലാഹില്ല. ഫത്തഖിദുഹു വക്കീല, നിങ്ങളുടെ കൈകാര്യങ്ങൾ ചെയ്യാൻ ആ ഇലാഹിനെ നിങ്ങൾ ഏൽപ്പിക്കൂ. അല്ലാഹ് പറഞ്ഞു, അള്ളാനെ തന്നെ ഏൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇതിന്റെ മാലിക് മുഴുവൻ അള്ളാഹ്, ഉടമസ്ഥൻ. സാധിക്കുന്നത് മുഴുവൻ അള്ളാഹ്. അതുകൊണ്ട് ആ റബ്ബിനോടല്ലാതെ നിങ്ങൾ തേടരുത്. അങ്ങനെ വരുമ്പോൾ സൂറത്തുൽ ബഖറയിൽ അള്ളാഹ് പഠിപ്പിച്ച വചനം വേറെ സൂറത്തിലും ഉണ്ട്. ഒരു സൂറത്തിൽ മാത്രമല്ല, നിങ്ങൾ കേട്ടു നോക്കിയേ, വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്, റബ്ബിനോട് നിങ്ങൾ സഹായതേട്ടം നടത്തൂ. ബിസ്സബ്രി വസ്സലാഹ്, ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും റബ്ബിനോട് സഹായതേട്ടം നടത്തൂ. വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശീൻ, ഭക്തിയില്ലാത്ത ജനങ്ങൾക്ക് അത് വലിയ ഭാരമായിരിക്കും നമസ്കാരം. ആരാ ഭക്തിയുള്ളവരെന്നറിയോ? അല്ലദീന യظنون അന്നഹും മുലാഖൂ റബ്ബിഹിം, ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന് ബോധ്യം വന്ന, വഅന്നഹും ഇലൈഹി റാജിഊൻ, അവരൊക്കെയും റബ്ബിലേക്ക് മടങ്ങിയെത്തേണ്ടവരാണ് എന്ന് ബോധ്യപ്പെട്ട ഖാശീങ്ങൾ, ഭയപ്പാടുള്ളവർ, ഭയഭക്തിയുള്ളവർ, എല്ലാത്തവർക്ക് നമസ്കാരം ഭാരമായിരിക്കും. വലിയൊരു അത്ഭുതമാണ് സഹോദരങ്ങളെ ഇത്. അതിനു മുമ്പ് നമസ്കാരം എന്താണെന്ന് അല്ലാഹ് ഈ ആയത്തിൽ പറഞ്ഞു, സഹായതേട്ടമാണ്. എപ്പോഴെങ്കിലും ഒന്ന് പഠിച്ചു, റബ്ബിനോടുള്ള സഹായതേട്ടമാണ് നമസ്കാരം. അതല്ല പറഞ്ഞു, വസ്തഈനു, നിങ്ങൾ അല്ലാഹുവിനോട് സഹായതേട്ടം നടത്തൂ. ബിസ്സബ്രി വസ്സലാഹ്, എവിടൊക്കെ സ്വലാത്ത് പറയുന്നുവോ അധിക സ്ഥലത്തും സബ്ർ, ക്ഷമ, അത് ചേർത്ത് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് തുടർന്ന് കേൾക്കുമ്പോൾ മനസ്സിലാവും എന്താണ് നമസ്കാരവും ക്ഷമയും തമ്മിലുള്ള ബന്ധം. ക്ഷമയില്ലാത്ത ഒരാൾക്കും നന്നായി നമസ്കരിക്കാൻ പറ്റില്ല. അതന്നെ, ക്ഷമയില്ലാത്ത ഒരു മനുഷ്യരും കൃത്യമായി നമസ്കാരം നിലനിർത്താൻ കഴിയില്ല. അതുകൊണ്ട് അല്ലാഹു നമസ്കാരത്തെ പറയുന്നിടത്തൊക്കെ ക്ഷമ ചേർത്ത് പറഞ്ഞു. ഇത് തന്നെയാണ് മറ്റേ ആയത്തും, വസ്തഈനു ബിസ്സബ്രി വസ്സലാം, നിങ്ങൾ ക്ഷമ കൊണ്ടും അതുപോലെ നമസ്കാരം കൊണ്ടും റബ്ബിനോട് സഹായം തേടൂ. അപ്പൊ നമുക്ക് മനസ്സിലായി, നമസ്കാരത്തെ അല്ലാഹ് റസൂൽ മുഖേന പഠിപ്പിച്ചു തന്നത് അള്ളാഹുവിനോട് സഹായം ചോദിക്കാനാണ്. ഏതുപോലെ ആദം നബി അലൈഹിസ്സലാം ഹവ്വാവും അള്ളാഹിന്റെ കൽപ്പന ലംഘിച്ചു, പിശാചിന്റെ പ്രേരണക്ക് വഴങ്ങി, അള്ളാഹ് വിലക്കിയ കനി തിന്നു. അള്ളാഹു അവരെ വിളിച്ചു, അവർക്ക് ബോധ്യം വന്നു, തെറ്റ് സംഭവിച്ചു, അവർക്ക് പ്രാർത്ഥിക്കണം, പശ്ചാത്തപിക്കണം. അള്ളാഹ് തന്നെ പഠിച്ചു, ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. അള്ളാഹ് തന്നെ കൊടുക്കുകയാണ് എങ്ങനെ പ്രാർത്ഥിക്കണം. കേട്ടാ, എങ്ങനെ പ്രാർത്ഥിക്കണമെന്നത് അള്ളാഹ് തന്നെ ആദമിന് പഠിപ്പിച്ചു കൊടുക്കുന്നു.
നമുക്കറിയാമത്. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹ് ആദമിനും ഹവ്വായിനും പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണെന്ന് ഖുർആൻ പഠിപ്പിച്ചിരുന്നു. അല്ലാഹുവോടാണ് തേടേണ്ടത്. ആ തേടേണ്ടത് എങ്ങനെയെന്ന് പോലും അല്ലാഹ് തന്നെ പഠിപ്പിച്ചു തരാണ്. അതുകൊണ്ട് ഇതൊരു സഹായത്തേട്ടമാണ്, നിർബന്ധമാക്കി. ആ സഹായത്തേട്ടം നിർബന്ധമാക്കി എന്നതാണ്. എന്തൊരു സൗഭാഗ്യം അല്ലാഹു അവന്റെ അടിയാമാർക്ക് നൽകിയെന്ന് ആലോചിക്കുക. അല്ലാഹുവോട് ചോദിക്കാനുള്ള സഹായത്തേട്ടത്തെ നിർബന്ധ കർമ്മമാക്കി മാറ്റുക എന്ന് പറയുമ്പോൾ എല്ലാത്തവർക്ക് ഭാരമാണ്. എനിക്കും നിങ്ങൾക്കും സ്ഥിരമായി ബോധ്യം വരുന്ന സംഗതി എന്താ? ഒരു മനുഷ്യൻ ആണാവട്ടെ പെണ്ണാവട്ടെ ഒരു ദിവസം എടുക്കുന്ന പണി എത്ര? എന്തെല്ലാം പണികൾ, എന്തെല്ലാം സാഹസിക കാര്യങ്ങൾ, എന്തെല്ലാം ഭാരമേറിയ പ്രവർത്തനങ്ങൾ. അവരിൽ പലർക്കും 2 റക്അത്ത് നമസ്കരിക്കുന്നത് പ്രയാസകരമായിരിക്കും. അല്ലാഹ് പറഞ്ഞില്ലേ, ഭാരമായിരിക്കും. അള്ളാനെ കണ്ടുമുട്ടുമെന്ന് ഭയമുള്ളവർക്ക് അത് ഭാരമായിരിക്കില്ല, എല്ലാത്തവർക്ക് ഭാരമായിരിക്കും. ഈ നട്ടുച്ച നേരത്ത് റോഡ് പണി ചെയ്തിരുന്ന ആളുകളെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഇപ്പോഴാണ് കൂടുതൽ മെഷീനൊക്കെ വന്നത്. പണ്ട് റോഡിന്റെ സൈഡിൽ വലിയ വിറക് കത്തിച്ച് ടാറ് തിളപ്പിച്ച് സൂര്യന്റെ കത്തിക്കാളുന്ന സൂര്യന്റെ താഴെ ഉച്ച വെയിലത്ത് തിളക്കുന്ന ടാറ് പണിക്കാർ ചെയ്യുന്നില്ലേ? പിറ്റേ ദിവസവും വരും. ഭാരമേറിയ മരങ്ങള് തള്ളുവണ്ടിയിൽ വെച്ച് വലിച്ചു കൊണ്ടുപോകുന്നത് കണ്ടിട്ടില്ലേ? മരത്തിന്റെ മുകളിൽ കയറി ജീവൻ പണയം വെച്ച പോലെ മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചിടുന്ന മനുഷ്യരെ കണ്ടിട്ടില്ലേ? പിറ്റേ ദിവസവും വരും. അവരിൽ ചോദിച്ചു നോക്കൂ, 2 റക്അത്ത് അല്ലാഹ് വലിയ ഭാരം. അത് പിറ്റേ ദിവസം ചെയ്യും. ആ പണിയല്ല നമ്മൾ ചെയ്യുന്നെങ്കിൽ നമ്മൾ എന്തൊക്കെ പണി ചെയ്യുന്നേ? എവിടേക്കൊക്കെ പോണ ഒരു ദിവസം? പള്ളിയിലേക്ക് നടന്നു വരാൻ പ്രയാസമുള്ള നമ്മൾ എറണാകുളത്തേക്കും കോഴിക്കോടേക്കും കല്യാണത്തിന് പോകാറുണ്ട്. 1 കിലോമീറ്റർ വണ്ടിയിലോ നടന്നോ വരാൻ പ്രയാസം തോന്നുന്ന നമ്മൾ എത്രയോ കിലോമീറ്റർ ആളുകളെ വിനോദയാത്ര പോവാറുണ്ട്, വിരുന്ന് പോവാറുണ്ട്, മറ്റു കാര്യങ്ങൾക്ക് പോവാറുണ്ട്. ഇതെല്ലാം ചെയ്തു തന്ന റബ്ബിന് സുജൂദ് ചെയ്യാൻ ഇത് ദൂരമുള്ള സ്ഥലമാണ്. ഒരു സ്ത്രീ പെണ്ണ് നേരം പുലർന്ന് രാത്രി 10 മണി വരെ ചെയ്തു കൂട്ടുന്ന ജോലി ഒന്ന് ആലോചിക്കുക നിങ്ങൾ. ഒരു ദിവസം ഒരു വീട്ടിൽ ക്ലേശകരമായ ജോലികളാ ചെയ്യുന്നത്, സന്തോഷത്തോടെ ചെയ്യുന്നു. അവരിൽ പലർക്കും സുജൂദ് ചെയ്യുന്നത് ഭാരമാണ്. നമ്മുടെ കൂട്ടത്തിൽ പലർക്കും 5 നേരം സുജൂദ് ചെയ്യുന്നത് ഭാരമാണ്. അല്ലാഹ് നമുക്ക് നേരിട്ട് ബോധ്യപ്പെടുന്ന കാര്യല്ലേ, അറിയാത്തൊരു കാര്യമല്ല അല്ലാഹ് പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഭൗതിക ജീവിതത്തിൽ മുഴുകുന്ന മനുഷ്യനെ അതിൽ നിന്ന് മാറ്റി കുറച്ചു നേരം അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിന് വേണ്ടി മാറ്റിയെടുക്കുകയാണ്. ആ സമയം അങ്ങനെ ആയത്. സുബഹി ഏറ്റവും കൂടുതലുള്ള ഒഴിവ് സമയം ശ്രദ്ധിച്ചു നിങ്ങൾ. നിസ്കാരത്തിന് ഒഴിവ് കൂടുതലുള്ളത് സുബഹി കഴിഞ്ഞ് വഹർ വരെയാണ് ഒരു നീളമുള്ളത്. പിന്നെ ഇശ കഴിഞ്ഞ് സുബഹി വരെയാണ് നീളമുള്ളത്. വഹർ കഴിഞ്ഞിട്ട് അധികം സമയമില്ല അസറിന്, അസർ കഴിഞ്ഞിട്ട് അധികം സമയമില്ല മഗ്‌രിബിന്, മഗ്‌രിബ് കഴിഞ്ഞിട്ട് അധികം സമയമില്ല ഇശാഇന്. എന്താ ഇതിലെ രഹസ്യം? സുബഹി കഴിഞ്ഞിട്ട് അവൻ ഉപജീവനത്തിന് അധ്വാനത്തിന്റെ സമയമാണ്, ഉച്ചവരെ. ഇശ കഴിഞ്ഞിട്ട് സുബഹി വരെ ഉറങ്ങേണ്ട സമയമാണ്, വിശ്രമത്തിന്റെ സമയമാണ്. അതാണ് അതിന് ദീർഘം കൂടിയത്. അതുകൊണ്ടൊക്കെ പണ്ട് മലബാറിലൊക്കെ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ സുബഹിസ്കരിച്ചിട്ട് പണിക്ക് പോയി വഹർ വരെയുള്ളൂ പണി. വഹർ വരെ പണിയുള്ളൂ. ഉപജീവനത്തിന്റെ സമയം, വിശ്രമത്തിന്റെയും ഉറക്കിന്റെയും സമയം ഇശ കഴിഞ്ഞിട്ട് കുറേ സമയം പരിപാടിയിൽ ഒരിക്കലും നമ്മൾ നമസ്കരിക്കുന്നവര് അധികം സമയം ഇരിക്കാൻ പാടില്ല. വാഴ തന്നെ നീട്ടിപ്പിടിച്ചിരുന്നു പണ്ട് പാതിര വരെ, എന്നിട്ട് സുബഹിക്ക് എണീക്കാൻ പറ്റാണ്ടാവും. ഇശ കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വേഗം വീട്ടിൽ പോകാനല്ലേ, വിശ്രമിക്ക്, ഉറങ്ങ്, എന്നിട്ട്
എന്നിട്ട് ആൾക്കാർ ഇറങ്ങുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നമസ്കരിക്കാനല്ല പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇത് സഹായത്തേട്ടമാണെങ്കിൽ ആരുടെ ആവശ്യം? ആർക്കാ സഹായം കിട്ടുന്നത്? നമുക്ക്. ആൾക്കാരൊക്കെ ധരിച്ചിട്ട് നമ്മൾ നിസ്കരിക്കണം അള്ളാഹ്ക്ക് എന്തോ മെച്ചുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ്. അല്ല പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടിയാണ്. നമുക്ക് വേണ്ടിയാണ് ആവശ്യം. നമ്മളല്ലേ ഉന്നയിക്കുന്ന അള്ളോട്. അമ്പിയാക്കളുടെ വർത്താനം ഖുർആൻ പലയിടത്തും പറഞ്ഞില്ലേ? സഹായം തേടപ്പെടേണ്ടവൻ അള്ളാഹു തന്നെയാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും, നിങ്ങൾ എങ്ങനെ വിശേഷിപ്പിച്ചാലും, സഹായം തേടപ്പെടാൻ ഒരാളേ ഉള്ളൂ, അത് അള്ളാഹു മാത്രമാണ്. അപ്പൊ നമുക്ക് വേണ്ടിയാണ് നമസ്കരിക്കുന്നത് എന്ന ബോധ്യമുണ്ടെങ്കിൽ, നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മ എവിടെ പോണില്ലേ? എന്നും രാവിലെ നമ്മുടെ കച്ചവട സ്ഥലത്തേക്ക് വരുന്ന എന്താ? ആ ജോലി അല്ലെങ്കിൽ ആ കച്ചവടം അല്ലെങ്കിൽ ആ കൃഷി എന്റെ ഉപജീവനത്തിന് എനിക്ക് വേണ്ടിയാണ്. പിറ്റേ ദിവസം മുടങ്ങാതെ വരികയാണ്, എനിക്ക് വേണ്ടിയാണ്. ഈ നമസ്കാരത്തിന്റെ അടിസ്ഥാന ആവശ്യം എന്റേതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ എങ്ങനെയാണ് നിസ്കരിക്കാൻ മടിയുണ്ടാവുക? സന്തോഷത്തോടെ ആനന്ദത്തോടെ നമസ്കാരത്തിലേക്ക് എത്താൻ പറ്റണം. അതാണ് ഭാഗ്യം. അവരാണ് ഖാശീങ്ങൾ, അവരാണ് മുത്തഖീങ്ങൾ, അവരാണ് മൂമിനീങ്ങൾ, അവരാണ് മുഹ്സിനീങ്ങൾ. അല്ലാഹു അത്തരം മുഹ്സിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, മൂമിനീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അയ്യുഹന്നാസ് ഊസീകും ബിഅല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ബോധ്യപ്പെടുത്തുന്നു, അറിയിക്കുന്നു. അപ്പോൾ സഹായം കിട്ടേണ്ടത് നമുക്കാണ്. അപ്പോ സഹായത്തേട്ടം നടത്തേണ്ടത് നമ്മളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാനത്തെ മനുഷ്യർ വരെ ഏറ്റവും മുത്തഖിയായ ഒരു മനുഷ്യൻ, എല്ലാവരും ഒരേ തഖ്വല്ല, ഒരേ ഈമാനല്ല നമുക്കറിയാം. ആദം നബിയുടെ സന്തതികളാണ് മനുഷ്യർ മുഴുവൻ. അതിൽ അമ്പിയാക്കളുണ്ട്, മുർസലീങ്ങളുണ്ട്, ഒക്കെ ഉണ്ടല്ലോ. അതിലെ ഒരു മനുഷ്യൻ, ഏറ്റവും തഖ്വയുള്ള, ഏറ്റവും ഈമാനുള്ള ഒരു മനുഷ്യനെ പോലെ ലോകം മുഴുവൻ ആളുകളും അങ്ങനെ ആയാലും അള്ളാഹുവിന്റെ മഹത്വം ഒരംശം ഏറുകയില്ല. ഏറി നിൽക്കുന്നവനാണ് റബ്ബ്. നിങ്ങളെ ഈ ഭാഗത്തോണ്ട് റബ്ബിന്റെ മഹത്വം കൂടുമെന്ന് ധരിക്കുന്നത് തെറ്റാണ്. ഇനി ആദം നബി മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ ഏറ്റവും ദുഷ്ടനായ, ക്രൂരനായ, അക്രമിയായ ഒരു മനുഷ്യൻ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അതുപോലെ ആയെന്ന് വിചാരിക്കാം, അള്ളാന്റെ മഹത്വം ഒരല്പം പോലും കുറയുകയും ഇല്ല. അപ്പൊ നമുക്കുള്ളതാണ്. അള്ളാഹ് പറയുന്നത് റബ്ബുസ്സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബ്, വമാ ബൈനഹുമാ, അവയ്ക്കിടയിലുള്ളതിന്റെയും റബ്ബ്, ഫഅ്ബുദുഹു, അവന് നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. വസ്തബിർ ലിഇബാദത്തിഹി, സബർ വന്നാണ്. റബ്ബിന് ഇബാദത്ത് ചെയ്യുമ്പോൾ നിങ്ങൾ വെറും ക്ഷമയല്ല പറഞ്ഞു, വസ്തബിർ, അങ്ങേറ്റത്തെ സഹനം പാലിക്കണം നിങ്ങൾ. ഹൽ തഅലമു ലഹു സമിയ്യാ, അല്ലാഹുവിന് പേരത്തൊരാളെ നിങ്ങൾക്ക് വേറെ അറിയുമോ? നിങ്ങൾക്ക് ജീവൻ നൽകിയ, നിങ്ങൾക്ക് ജീവിതം നൽകിയ, ജീവിതത്തിന് ആവശ്യമായി എല്ലാം ഒരുക്കിയ അള്ളാഹുവിന് സമമായ മറ്റൊരു പേര് വേറെ നിങ്ങൾക്കറിയുമോ? സൂറത്ത് മറിയമിൽ 65-ാമത്തെ അവിടെ വസ്തബിർ പറഞ്ഞു. വസ്തബിർ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാനല്ല കേട്ടാ, ക്ഷമയുടെ അങ്ങേ അറ്റം വേണമെന്ന് അള്ളാഹ് കൃത്യമായി ഇബാദത്ത് ചെയ്യാൻ. അപ്പോ ഇത് വിശദീകരിച്ചിട്ട് വേണം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് റുക്കൂ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടത്,
എന്നൊക്കെ ഇതെന്താണെന്ന് അറിഞ്ഞിട്ടേ പറയാൻ പറ്റൂ. കുറച്ചാഴ്ചകൾ വേണ്ടി വരും നമസ്കാരത്തെ പറ്റി. അത് കൃത്യമായി പഠിക്കണം എന്നുള്ളവര് മിസ്സാവാതെ തുടങ്ങുമ്പോ തന്നെ എത്താൻ ശ്രമിക്കുക. കാരണം ഈ വിഷയം എല്ലാ മനുഷ്യർക്കും, മൗലിമാർക്കടക്കം ആവശ്യമുള്ളതാണ്, പണ്ഡിതന്മാരടക്കം അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്നാലേ നമ്മൾ ഈ കഷ്ടപ്പെട്ട് ചെയ്യുന്നത് പരിപൂർണതയിലേക്ക് എത്തൂ. അപ്പൊ ഇവിടെ ക്ഷമ അവലംബിക്കുമുണ്ടാവുന്നത്, ഒരു വിശ്വാസിക്ക് ഉണ്ടാവുന്നത്, ഒഴിവിട്ടുമ്പോ നിസ്കരിക്കുക എന്ന അവസ്ഥയല്ല. അത്തരമൊരു നിസ്കാരം അല്ലാഹ്ക്ക് ആവശ്യവും ഇല്ല. ഒഴിവ് കിട്ടിയാൽ നിസ്കരിക്കുക. എന്തെല്ലാം പരിപാടിയില്ല, ജമാഅത്ത് നഷ്ടപ്പെടുന്നത്, വക്ത് നഷ്ടപ്പെടുന്നത്, നിസ്കരിക്കുന്നവരെ കാര്യം. നിസ്കരിക്കാത്തവർക്ക് ആ പ്രശ്നം ഉദിക്കുന്നില്ല. നിസ്കരിക്കാത്തവർക്ക് പിന്നെ ആ പ്രശ്നം, മുടങ്ങണ പ്രശ്നമില്ലല്ലോ, ഇല്ലല്ലോ. നിസ്കരിക്കുന്നവരെ കാര്യം നമ്മ പള്ളിയിൽ വരുന്നവരോടാണല്ലോ പറയുന്നത്. വളരെ ഗൗരവത്തിൽ വിചാരിക്കണം. നിസ്കാരം കഴിഞ്ഞിട്ട് ബാക്കി, മുന്നു പോയതാണെങ്കിൽ അതിന് മുമ്പെത്തുക. ഉച്ചക്കാലത്തെ കാര്യമാണെങ്കിൽ നിസ്കരിച്ചതിന് ശേഷം പോവുക. ഒരു കല്യാണത്തിനൊക്കെ എത്ര മണിക്കൂർ ആളിൽ ചെന്നിരിക്കുന്നത്, അപ്പോഴും പുതിയ അപ്പോഴെത്തൂല. പാൻ തിരക്കുന്ന നിൽക്കാതെ പറഞ്ഞുകൊണ്ടാണ് നമ്മ ലോഹർക്ക് ഇരിക്കാണ്ട് അങ്ങോട്ട് പോയത്. 1.5 മണിക്കിന്റെ പുതിയ അപ്പോഴ ആട്ടും പാട്ടൊക്കെ ആയിട്ട് വരുന്നു, പൂത്തിരിയും കത്തിച്ചിട്ട്. 1.5 മണിക്ക് പാൻ തിരക്ക് നിൽക്കാതെ കത്തിയിലടിച്ച് ആൾക്കാരെ വരുത്തിയിട്ട് നിസ്കരിക്കാണ്ടിരിക്കുന്ന ആൾക്കാരവിടെ. കുത്തുവക്കുള്ള മൗലവിയും വന്നിട്ടുണ്ട് അവിടെ. എന്തൊരു ഞാൻ ആലോചിക്കേ, നമ്മുടെ അടുത്ത് നിങ്ങൾ നിസ്കരിച്ചിട്ട് പോയ മൈന് കല്യാണത്തിന്. നമസ്കാരം ആദ്യം, അതിന്റെ കാര്യം ഗൗരവത്തിൽ. ഞാൻ പീഡിയയിലാണ്, അപ്പൊ എനിക്ക് എങ്ങനെ കൃത്യമായിട്ട് നിസ്കരിക്കാം? അതിനുള്ള സംവിധാനം പീഡിയയിൽ ഒരുക്കുക. ഒന്നും പറ്റില്ല, ഷട്ടറാണ്ട് വലിച്ചില്ല. കൃഷിയാണെങ്കിൽ അവിടെ വരെയുള്ള പണിയുള്ളൂ. കാരണം ഒഴിവ് കിട്ടുമ്പോൾ നിസ്കരിക്കുക എന്നത് അള്ളാഹ്ക്ക് ആവശ്യമില്ലാത്തതാണ്. അള്ളാഹ് പറഞ്ഞ സമയത്ത് റസൂല് പഠിപ്പിച്ച പോലെ ചെയ്യുന്നുണ്ടോ എന്നാണ് അള്ളാഹ് നോക്കുന്നത്. അതാണ് ഇഖാമുസ്സലാ എന്ന് പറയുന്നത്. സല്ലു എന്നല്ലല്ലോ കാണുന്നത്, അഖീമുസ്സലാത്ത എന്നല്ലേ. കൃത്യമായി സമയനിഷ്ഠ പാലിച്ച് കൃത്യമായി ചെയ്യുക എന്നാണല്ലോ. ഇനി നമ്മുടെ ആലോചിച്ച് അള്ളാഹ് പറയുന്ന താഹേല് വഉമുർ അഹ്ലക ബിസ്സലാത്ത് വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വാ. ത്വാഹ സൂറത്തിലെ 132-ാമത്തെ ആയത്ത്. വഉമുർ അഹ്ലക, നിന്റെ കുടുംബത്തോട് നീ കൽപ്പിക്കണം. ബിസ്സലാ, നമസ്കരിക്കാൻ കൽപ്പിക്കണം. നിന്റെ വീട്ടിലുള്ള മുഴുവൻ ആളുകളോടും, ഭാര്യയോടും മകനോടും മകളോടും മരുമകളോടും അതുപോലെ പേരമക്കളോടും നീ കൽപ്പിക്കണം. അല്ലാഹ് അതിന്റെ കൂടെ ഒരു വാക്കുകൂടി ചേർത്തേണ്ട, വസ്തബിർ അലൈഹ, ഇബാദത്തിന് വേണ്ടി അങ്ങേയറ്റത്തെ ക്ഷമയും സഹനവും നീ കൊള്ളണം. ലാ നസ്അലുക റിസ്ഖൻ, ഞാൻ നിന്നോട് റിസ്ഖൊന്നും ചോദിക്കുന്നു, എനിക്ക് ഇന്ന നേരം ചെലവിന് തരണം, ഇന്നത് ഫീസ് തരണമെന്ന് അള്ളാഹ് ഒരു സൃഷ്ടിയോട് ചോദിക്കുന്നില്ലല്ലോ. ആകെ ചോദിച്ചത് എനിക്ക് സമയാസമയം കൃത്യമായി നിന്റെ നമസ്കാരം നടക്കണം. നിന്നോട് റിസ്ഖൊന്നും ചോദിച്ചില്ല. നഹ്നു നർസുഖുക, ഉപജീവനം തേടുന്നതിന്റെ പേരിലാണ്, ഉപജീവനം തേടുന്നതിന്റെ പേരിലാണ് നമസ്കാര സമയം തെറ്റിക്കുന്നെങ്കിൽ നഹ്നു നർസുഖുക, നിനക്ക് റിസ്ക് തരുന്നത് നമ്മളല്ലേ അല്ലാഹ്. നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത് നമ്മളല്ലേ. നിങ്ങളോടൊന്നും ഇങ്ങനെ മാസത്തിലൊരിക്കലോ ആഴ്ചയിലൊരിക്കലോ ദിവസത്തിന്റെ നേരോ ഒന്നും ഞാൻ ചോദിച്ചില്ല, ഫീസും ചോദിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് റിസ്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് നാമാണ്. വൽ ആഖിബത്തു ലിത്തഖ്വാ, ശുഭകരമായ പര്യവസാനമുള്ളത്, ശുഭകരമായ പര്യവസാനമുള്ളത് തഖ്വക്കാകുന്നു എന്നുകൂടി മനസ്സിലാക്കുക. ഒരു നേരത്തെ നിസ്കാരം ഒഴിവാക്കിയിട്ടാണ് നാം മരിക്കുന്നതെങ്കിൽ വഹറായി നിസ്കരിച്ചില്ല, ഇതിനിടക്ക് സമയം കഴിഞ്ഞുപോയി, മരിച്ചുപോയി, എന്തുറപ്പ്?
എന്തുറപ്പ്? മലപ്പുറത്തുള്ള ഒരു കൗമാരക്കാരന് രോഗം വന്നു. ഡോക്ടർ പറഞ്ഞു പ്രശ്നമാണ്, ഗുരുതരാണ്, കരള് മാറ്റി വെക്കണം. എറണാകുളത്തേക്ക് കൊണ്ടുപോയി. ഡോക്ടർ പരിശോധിച്ചു, ഒരാഴ്ചക്കുള്ളിൽ കരള് മാറ്റണം. അതിന് 2 കാര്യം വേണം. 1, കരള് നൽകാനുള്ള ഒരാൾ വേണം. 2, ഓപ്പറേഷൻ 44 ലക്ഷം വേണം. ഒരാഴ്ചക്കുള്ളിലെ 44 ലക്ഷം വേണം. എല്ലാവരും ഇറങ്ങി, നാട്ടുകാര്, അവന്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, ബസ്സിലും കടയിലും അങ്ങാടിയിലും ബക്കറ്റായിട്ട് നടന്നു. ഗൾഫിലുള്ളവർക്ക് വിളിച്ചു. ഒരാഴ്ച കൊണ്ട് 52 ലക്ഷം രൂപ കിട്ടി. 52 ലക്ഷം. കരള് വാപ്പാട ശരിയാണ്, ചെക്ക് ചെയ്തു. മോൻ്റെ ചെക്ക് ചെയ്തു, ഈ കരള് യോജിക്കും. നാളെയാണ് ഓപ്പറേഷൻ. ഇന്ന് മരിച്ചു ആ കുട്ടി. പണത്തിനും സഹായിക്കാൻ പറ്റുന്നില്ല. കേട്ട, 44 ലക്ഷത്തിന് വേണ്ടി പിരിച്ചിട്ട് 52 ലക്ഷം കിട്ടിയെന്ന്. നാളെയാണ് കരള് മാറ്റം, പക്ഷെ ഇന്ന് മരിച്ചു. ഒരു ഇളവും അവിടെ നിന്നില്ല. അവിടുത്തെ തീരുമാനം. നമ്മുടെ കാര്യത്തിൽ എന്താ തീരുമാനം? നമ്മളിങ്ങനെ ടൂറൊക്കെ പോയി നിസ്കരിക്കാണ്ട് പാതിരായി നിസ്കരിക്കാണ്ടാണ് മരിക്കപ്പെടുന്നെങ്കിൽ സ്ഥിതി ഒന്നാലോചിച്ച് നോക്കിയാൽ. പല തമൂത്തുന്ന ഇല്ലാവാന്ത മുസ്ലിമോ, മുസ്ലിങ്ങളായിട്ടല്ല നിങ്ങൾ മരിച്ചു പോകരുത്. അതുകൊണ്ടാണ് സ്ത്രീകൾ വരെ ജമാഅത്തിന് വരാത്ത, ജമാഅത്തിന് പള്ളിയിലേക്ക് വരാത്ത നിർബന്ധമില്ലവർക്ക് വന്നാലും ഒരു കുഴപ്പമില്ല. നിർബന്ധമില്ലാത്തതിനാൽ അധികം സ്ത്രീകൾ വരുന്നില്ല. ബാങ്ക് കേട്ടാൽ വീട്ടിലെ സ്ത്രീയും ഇനി എനിക്ക് നമസ്കാരം, സ്റ്റൗ ഓഫ് ചെയ്യാം, എല്ലാം ഓഫ് ചെയ്യാം. ബാങ്ക് കേട്ടാൽ അവൾ പള്ളിയിലേക്കൊന്നും വരുന്നില്ല. ഒരു മുസ്ലിമിന് ബാങ്ക് കേട്ടാൽ നിസ്കാരത്തെ പറ്റിയല്ലാത്ത ഒരു വിഷയം ഉണ്ടാവരുത്. അതിലേക്ക് നമ്മൾ എത്തണം. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തോടെ സംതൃപ്തിയോടെ എനിക്ക് വേണ്ടിയാണ് എൻ്റെ റബ്ബിനോട് ഈ യാചനയെന്ന്, സഹായത്തേട്ടമെന്ന് ബോധ്യത്തോടെ കൃത്യമായി നമസ്കരിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منا والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.